ലാസ്റ്റ് എന്ന മൂവി ഞാൻ കണ്ടു. വളരെ നല്ലൊരു കോമഡി ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല സിനിമയാണ്. നല്ല സിനിമ ഒരിക്കലും ഫ്ലോപ്പാകാൻ പാടില്ല. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ ബാബുരാജ് ചേട്ടൻ്റെ അഭിനയം നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷൈൻ ടോം ചാക്കോ, മൈമ നമ്പ്യാർ, മാള പാർവതി, സൈനികം, രഞ്ജി പണിക്കർ, വലിയൊരു താരനിരയുണ്ട്. ഷമി തിലകൻ, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ നന്നായിട്ട് ബാബുരാജ് ചേട്ടൻ്റെ ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. തിയേറ്ററിൽ തിരക്ക് കുറവാണ്. മാക്സിമം ആൾക്കാർ കാണണം. കാരണം നല്ലൊരു മൂവിയാണ്. നല്ല ഫീൽ ഗുഡ് ഹ്യൂമർ മൂവിയാണ്. സൈനികം, മൈമ നമ്പി നല്ല കോമ്പിനേഷനാണ്. ക്ലൈമാക്സ് എല്ലാം വളരെ നല്ലതാണ്. സൈനിക ഇങ്ങനത്തെ റോള് അധികം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൈമ നമ്പ്യാർ നല്ല സ്പേസ് ഉണ്ട്. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സാന്ദ്ര തോമസ്, പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിൻ്റെ ഫാദർ അഭിനയിച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛനായിട്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്. ജാഫർ ഇടുക്കി, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഒരു ലാഗും ഇല്ല. ഫുൾ ടൈം എൻഗേജിങ് ആണ്. എനിക്ക് വളരെ ഒരു ആഗ്രഹമാണ് നല്ല മൂവീസ് ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. നല്ല ലൊക്കേഷനാണ്. എവിടെ ഷൂട്ട് ചെയ്തറിയില്ല. നല്ല ലൊക്കേഷനാണ്. എഡിറ്റിംഗ് നല്ലതാണ്. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. സൈനികൾ എല്ലാം നടത്തുന്നുണ്ട്. സൈനികം ബാബുരാജ് റിലേഷൻ പറഞ്ഞ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ബാബുരാജ് ചേട്ടൻ്റെ പെർഫോമൻസാണ്. പുള്ളിയുടെ കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും മാള പർവ്വതമയുടെ ആ ഒരു ക്രിസ്ത്യൻ മദറായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. രഞ്ജി പണിക്കർ സാറ്, പിന്നെ ഷമി തിലകൻ ചെറിയ റോളാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. വയലൻസോ വൾഗാരിറ്റിയോ ഒന്നുമില്ല. റൊമാൻസിൻ്റെ ആവശ്യത്തിന് ഇത് നല്ല പ്ലസൻറ്റ് മൂവി. പടം കണ്ടി ഇറങ്ങാൻ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് വരാം. ദുഃഖം ഉണ്ടാവില്ല. നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് പടം കണ്ടി ഇറങ്ങി വരാം. കഴിയാവുന്ന ആൾക്കാർ കാണണം. കാരണം നല്ല പടം ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പടം ദയവേത ആൾക്കാർ കാണുക. നല്ലൊരു ഫീൽ ഗുഡ് കോമഡി റൊമാൻറ്റിക് മൂവിയാണ്. ഫാമിലിയായിട്ട് പോയി കാണാം. യൂത്തിന് ഇഷ്ടപ്പെടും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഫിലിമായിരിക്കും. കഴിയാവുന്ന തിയേറ്ററിൽ ആൾക്കാർ പോയി കാണുക.